7 ചാണക്യതന്ത്രങ്ങൾ. ജീവിതത്തിൽ നിങ്ങൾക്കൊരു ശത്രുവുണ്ട്. നിരന്തരം നിങ്ങളെ പിന്നിലേക്ക് വലിക്കുന്ന ഒരു എതിരാളിയുണ്ട്. പല ദുർഘട ഘട്ടങ്ങളിലും നിങ്ങളുടെ മുന്നോട്ടുള്ള പ്രയാണങ്ങൾക്ക് തടസ്സമായി നിൽക്കുന്ന ആ എതിരാളിയെ നേരിടാൻ ചാണക്യശാസ്ത്രത്തിൽ 12 തന്ത്രങ്ങളുണ്ട്. ഏറ്റവും ലളിതവും ഫലപ്രദവുമായ ആ ചാണക്യതന്ത്രങ്ങൾ നിങ്ങളുടെ എല്ലാ പ്രതിസന്ധികൾക്കും വിരാമമിടും. അത് നിങ്ങളുടെ ജീവിത വിജയങ്ങൾക്കായി ഉപകരിക്കുകയും ചെയ്യും. 1. എതിരാളിയുടെ മനസ്സിനെ കീഴ്പ്പെടുത്തുക. ചാണക്യ ശാസ്ത്രത്തിൽ ഒന്നാമതായി പറയുന്നത് നിങ്ങളുടെ എതിരാളിയെ കീഴ്പ്പെടുത്തേണ്ടത് ബാഹ്യമായ ഒരു യുദ്ധത്തിലൂടെയല്ല. എതിരാളിയുടെ മനസ്സിനെ കീഴ്പ്പെടുത്തുകയാണ് ആദ്യം വേണ്ടത്. എതിരാളി എത്ര പ്രബലൻ ആയാലും അയാളുടെ ബലഹീനതകൾ മനസ്സിലാക്കി അയാളുടെ മനസ്സിലേക്ക് കടന്നുകയാണ്. ചിലപ്പോൾ ഒരു പ്രലോഭനം അല്ലെങ്കിൽ എതിർവാദങ്ങൾ കാര്യകാരണങ്ങൾ സഹിതം ഒരു തുറന്ന സംഭാഷണത്തിലൂടെ മനസ്സിലാക്കാൻ തുടങ്ങുമ്പോൾ യോജിപ്പിന്റെ പാത തുറന്നു. അവിടെ ശത്രു പരാജയപ്പെടുക തന്നെ ചെയ്യും. 2. തർക്കങ്ങളിൽ ഇടപെടാതിരിക്കുക. രണ്ടാമതായി ചാണക്യൻ പറയുന്നു, ശത്രുവിനെ കീഴടക്കാൻ നിങ്ങൾ തർക്കങ്ങളിൽ ഇടപെടാതിരിക്കാൻ ശ്രമിക്കും. തർക്കങ്ങൾ എത്ര ചെറുതാണ്, അതൊരു സംഘട്ടനമായി മാറാൻ സാധ്യതയുണ്ട്. കാര്യങ്ങളെ ആലോചിച്ച് ഉറപ്പിക്കും. എന്തിനാണ് ഞാൻ ഏറ്റുമുട്ടുന്നത്? അതുകൊണ്ടുള്ള ലാഭനഷ്ടങ്ങൾ എന്തൊക്കെയാണ്? വളരെ വ്യക്തതയോടെ ആലോചിച്ച് ഉറപ്പിക്കുക. ഓരോ തർക്കവും ഓരോ യുദ്ധത്തിലേക്ക് നമ്മെ നയിക്കാൻ ഇടയുണ്ട്. ചാണക്യൻ പറയുന്നത് ഇങ്ങനെ: ഓരോ വിയോജിപ്പുകളും താൽക്കാലികമായി നിർത്തി അവലോകനം ചെയ്യും. പ്രതികരിക്കുന്നതിന് മുമ്പ് ഒരു നിമിഷം ശാന്തമായി ആലോചിക്കും. ചെറിയ ചെറിയ വിയോജിപ്പുകളെ അവഗണിക്കും. സ്വയം നിയന്ത്രിക്കാനുള്ള കഴിവ് നാം സ്വായത്തമാക്കുമ്പോൾ ഒരു ശത്രുവും നമ്മുടെ മുമ്പിൽ വിജയിക്കില്ല. വ്യക്തമായും ക്ഷമയോടെയും സംസാരിക്കും. ചാണക്യതന്ത്രങ്ങളിൽ മൂന്നാമതായി പറയുന്നത് എതിരാളിയോട് വ്യക്തതയോടെയും ക്ഷമയോടും സംസാരിക്കുക എന്നത്. ആയുധങ്ങളെക്കാൾ മൂർച്ചയുണ്ട് വാക്കുകൾക്ക്. അധിക്ഷേപങ്ങളും കുറ്റപ്പെടുത്തലുകളും ഒഴിവാക്കുക. പരസ്പര ധാരണയുണ്ടാക്കാൻ നമ്മൾ തന്നെ ആശയവിനിമയം നടത്താൻ മുൻകൈയെടുക്കും. വാഗ്ദാനം ചെയ്യുന്നതിനും എതിരാളി എന്താണ് പറയുന്നതെന്ന് ചെവിയും തടസ്സപ്പെടുത്താതെ അവരുടെ വാദമുഖങ്ങളെ കേൾക്കുക. അത് നമുക്ക് വേദനയുണ്ടാക്കാതെ സൂക്ഷിക്കും. നമ്മൾ വേദനിക്കുമ്പോൾ പ്രതിരോധശേഷി കുറയുകയാണ് ചെയ്യുക. സ്വയം നിയന്ത്രണമാണ് ഒരാളെ